ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിനും ഇതിലെ മെമ്പേഴ്സിനും കൂടാതെ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സൊല്യൂഷനാണ്. ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന 12 പടികളിലെ ആദ്യത്തെ പടിയിലെ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം എങ്ങനെയാണ് ആൽക്കഹോളിസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്നതെന്നൊക്കെ ഏറെക്കുറെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒന്നാം പടിയിലെ ആദ്യത്തെ ഭാഗം പവർലെസ്നെസ്, ശക്തിഹീനതയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ സംസാരിച്ചത്. അതിൻ്റെ അടുത്ത ഒരു ഭാഗത്തു കൂടി ഇന്ന് കടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുന്ന ഏതൊരംഗവും സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു പടിയാണ് ഒന്നാം പടി. ഈ സ്റ്റെപ്പ് 1 ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും 100% ചെയ്യാൻ പറ്റിയ ഒരു പടിയാണ് സ്റ്റെപ്പ് 1. മറ്റ് പടികളെല്ലാത്തിനും നമുക്കൊരു 100% ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ സ്റ്റെപ്പ് 1 നമുക്ക് 100% ചെയ്യാൻ കഴിയും. അതുകൂടാതെ മദ്യം എന്ന വാക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ പടിയിൽ മാത്രമാണ്. നമുക്കത് ശ്രദ്ധിക്കാം. വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ ഡാഷ് ദാറ്റ് അവർ ലൈഫ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. ബാക്കി 2 മുതൽ 12 വരെയുള്ള പടികൾ ഒരു ജീവിത രീതിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ പടിയിൽ മാത്രമാണ് മദ്യത്തെ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി നമ്മളോട് പറയുന്നതും ബാക്കി എല്ലാ പടികളിലും ഒരു ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളും ആദ്യം ഒന്നാം പടിയിലേക്ക് അല്ലെങ്കിൽ ഒന്നാം പടി ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ഹാർഡ് ടൈം ഉണ്ടായിട്ടുണ്ട്. കഠിനമായിട്ടുള്ള ഒരു പരിശ്രമവും ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ആദ്യകാലങ്ങളിൽ സുബോധവാനായ കാലങ്ങളിൽ സ്റ്റെപ്പ് 1 കടക്കുവാനായിട്ട് സാധിച്ചത്. ഈ പവർലെസ്നെസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ശക്തിഹീനതയെക്കുറിച്ചും ലൈഫ് ഹാസ് ബിക്കം അൺമാനേജബിൾ, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് തലയ്ക്ക് ചോദിക്കുകയും ഇതെന്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാകാതിരിക്കുന്നൊരവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് എനിക്ക് പവർലെസ് ഉള്ള ഒരവസ്ഥ വരുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോകുന്നതെന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുകയും നമ്മുടെ പഴമക്കാരോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യകാലങ്ങളിൽ വരുന്ന എല്ലാ അംഗങ്ങൾക്കും ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനുള്ള ചിന്തകൾ എല്ലാവരും തന്നെ കടന്നു പോയിട്ടുണ്ട്. ചിലർക്ക് ഇച്ചിരി കഠിനമായ രീതിയിൽ മനസ്സിലാക്കാൻ കുറച്ച് കാലങ്ങൾ കൂടി എടുക്കും. അവർ വീണ്ടും വീണ്ടും പോയി കുടിക്കുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും അവരിതെല്ലാം അനുഭവിച്ച് സ്വന്തം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് സ്റ്റെപ്പ് 1 അംഗീകരിക്കുക. അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി രോഗത്തിന് അല്ലെങ്കിൽ ഇത്തരം ആൽക്കഹോളിസത്തെ പോലുള്ള ഒരു അതികഠിനമായ രോഗത്തിനടിമയായ ഒരു ഡോക്ടറാകട്ടെ, നേഴ്സാകട്ടെ, ഒരു എൻജിനീയറാകട്ടെ, പ്രൊഫസറാകട്ടെ, ഒരു സ്കൂൾ ടീച്ചറാകട്ടെ, ഇലക്ട്രീഷ്യനാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, എന്ത് തലങ്ങളിൽ ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ പോലും ഒന്നാം പടി അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് ആൽക്കഹോളിക്സ് അനോണിമസിലൊരു തുടർന്നുള്ള വളർച്ചയിലേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള പടികളിലേക്ക് കടക്കാനായിട്ട് അയാൾക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ സാധാരണ കാഴ്ചപ്പാടിൽ ലോകത്തിലാരും പവർലെസ്സായിട്ട് പറയാനായിട്ടോ അല്ലെങ്കിൽ അറിയപ്പെടാനായിട്ടോ ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. പറയുന്നത് ആൽക്കഹോളിൻ്റെ ഒരു എഫക്ട്സ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു
നിരന്തരമായ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പവർലെസ്സിനെ കുറിച്ചാണ് പറയുക, അല്ലെങ്കിൽ ശക്തിഹീനതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ ഫ്രേസിൽ തന്നെ, അല്ലെങ്കിൽ ഒന്നാം പടിയിലെ ഫ്രേസ് എങ്ങനെയാണ്? വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ എന്നാണ്. ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ. അതിനർത്ഥം ഇതൊരിക്കലും, അല്ലെങ്കിൽ ഒന്നാം പടി ഒരിക്കലും മറ്റു കാര്യങ്ങളിൽ പവർലെസ് ആണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലെ ചോയ്സസിനെ കുറിച്ചോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ റിലേഷൻഷിപ്പ്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലോ ഒന്നും പവർലെസ് ആണെന്നല്ല പറയുന്നത്. പവർലെസ് ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന്. അത് കൃത്യമായിട്ട് ആ ഫ്രേസിനെ നമ്മൾ നമ്മുടെ തലയിലേക്ക് കയറ്റേണ്ടതാണ്. കാരണം ഒരാൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ മദ്യത്തിന് മുന്നിലാണ് ശക്തിഹീനനാകുന്നത്. ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് അവർ ചെയിൻ, അതായത് തുടർച്ചയായിട്ട് കുടിച്ച് കൊണ്ടിരുന്ന ഷിബുവിനെ പോലെയുള്ള ഒരാൾ, അല്ലെങ്കിൽ അഡിക്റ്റിന് ആ ബ്രേക്ക് ദ ചെയിന് എടുക്കണമെങ്കിൽ, ആ ചെയിൻ ആയിട്ട് ജീവിതത്തിലുണ്ടായ കുടിയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ അഡ്മിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന്. കാരണം മദ്യം എൻ്റെ ബ്രെയിനെ ബാധിക്കുമെന്ന് കണ്ടു, ശരീരത്തെ ബാധിക്കുമെന്ന് കണ്ടു, ആത്മാവിനെ ബാധിക്കുമെന്ന് കണ്ടു. ഒരു കാര്യമില്ല ഞാനതിനെ കാര്യങ്ങൾ അംഗീകരിക്കാതെ എതിർക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം പിന്നീട് ഞാൻ പവറുണ്ട് എന്ന് വിചാരിച്ച്, നമ്മളാദ്യം കണ്ടു മദ്യത്തിൻ്റെ ഡെഫിനേഷൻ, അതിശക്തനും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും സൂത്രശാലിയുമായ മദ്യം എന്നാണ് ബിഗ് ബുക്കിൽ മദ്യത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അത്രയും ശക്തനായ ഒരു മദ്യത്തിന് വേണ്ടി ശക്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കുടിച്ചാൽ നമുക്ക് ആ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അഡിക്ഷനുള്ള, അല്ലെങ്കിൽ മദ്യവുമായിട്ടുള്ള അഡിക്ഷനുള്ള എനിക്ക് എൻ്റെ ജീവിതം കഠിനമായി തീർന്നത് മദ്യം കൊണ്ടാണ് എന്നുള്ള കൃത്യമായൊരു ബോധ്യമുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒന്നാം പടിയിലെ ചിന്തകളിലേക്ക് കടന്നു പോകാൻ സാധിക്കുക. അതായത് എനിക്കൊരു മദ്യം എന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ള മദ്യാസക്തി എന്ന പ്രശ്നമുണ്ട്, അതെൻ്റെ ചില കുഴപ്പങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ആൽക്കഹോളിസം അനോണിമസിൻ്റെ ആദ്യ പടി എടുക്കുന്നതിലൂടെ റിക്കവറിയിലേക്കുള്ള തുടക്കമിടുകയാണ്, അല്ലെങ്കിൽ മോചനത്തിലേക്കുള്ള തുടക്കമിടുകയാണ്. അധ്യായം 2 ദെയർ ഈസ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ടെൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്, ആൽക്കഹോളിസം അനോണിമസിലെ ആൾക്കാരായ ഞങ്ങൾക്ക് ഒരിക്കൽ ബില്ലിനെ പോലെ തന്നെ ആശയ്ക്ക് വകയില്ലാതിരുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ അറിയാം. അവരെല്ലാം തന്നെ സുഖം പ്രാപിച്ചു. അതെ, മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിന് അവർ പരിഹാരം കണ്ടെത്തി. അപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ പരിഹാരം കണ്ടെത്തി. ഏത് പ്രശ്നത്തിൽ നിന്നാണ് പരിഹാരം കണ്ടെത്തിയത്? ഈ പവർലെസ് ഓവർ ആൽക്കഹോളായിട്ടുള്ള പ്രശ്നത്തിന്. നമുക്കറിയാം, നമ്മൾ മാനസികമായിട്ട് മെൻ്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ആദ്യത്തെ കുടിക്ക് മുമ്പ്. അതെല്ലാവർക്കും നമ്മൾക്ക് മനസ്സിലാവും. ആദ്യത്തെ കുടി, ദ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന അതിനു മുമ്പ് നമുക്ക് മാനസികമായിട്ട് പവർലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെൻ്റൽ ഒബ്സഷനാണ്, അതാണ് പവർലെസ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ പവർലെസ് ഓവർ ആൽക്കഹോൾ ഒരു മെൻ്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂസ് നോട്ട് ടു ഡ്രിങ്ക് ബട്ട് വി ഡിഡ് എനിവേ. നമ്മൾ കുടിക്കരുതെന്ന് ചിന്തിച്ചിട്ടും, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും, ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഞാൻ നടത്തിയിരുന്ന ഹോസ്റ്റലിൻ്റെ ഒരു മുറി, അവിടെ വൈകുന്നേരം പോയി താമസിക്കും. എനിക്ക് വീടുണ്ട് അപ്പുറം, പക്ഷെ എന്നാലും ഈ മുറിയിൽ വന്ന് താമസിക്കും. എൻ്റെ വിചാരം, അങ്ങനെ ഒരു മാറി നിന്നാൽ എനിക്ക് കൂടി നിർത്താൻ സാധിക്കുമെന്നൊക്കെയാണ്. പിന്നെ നമ്മൾ പല കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് വയറ് നിറച്ച് വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ കുടിക്കാൻ തോന്നുകയില്ല എന്ന് പറയും. അങ്ങനെ ആയിരക്കണക്കിന് ഐഡിയകൾ, ആശയങ്ങൾ മനസ്സിൽ വിരിഞ്ഞെങ്കിലും നമ്മളങ്ങനെ കുടിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോഴും പലപ്പോഴും എനിക്കൊക്കെ വീണ്ടും കുടിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ആണ് ഒരു മനുഷ്യശക്തി കൊണ്ട് നമുക്ക് സാധ്യമാകില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ആൽക്കഹോളിസം അനോണിമസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ
ഒരു മനുഷ്യശക്തി കൊണ്ട് മദ്യാസക്തി എന്ന് പറയുന്ന അമിത മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെയുള്ളതോ ഈ 12 പടികളെന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയാൽ എനിക്ക് ആദ്യത്തെ കുടിയിൽ നിന്നുള്ള മോചനം ലഭിക്കും. കാരണം അതിനു മുമ്പെല്ലാം ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് ഏൽ വന്നപ്പോഴല്ല മനസ്സിലായി. അതിനു മുമ്പും എനിക്കറിയാം രാത്രി ഉണ്ടാകുന്ന വലിയ വലിയ ബഹളങ്ങൾക്കിടയിൽ, ഒച്ചപ്പാടുകൾക്കിടയിൽ, പോലീസ് കേസുകൾക്കിടയിൽ, കൂട്ടുകാരോടൊത്തുള്ള ബഹളങ്ങൾക്കിടയിലെല്ലാം പിറ്റേ ദിവസം ആകുമ്പോൾ അങ്ങനെ കുടിക്കണ്ടായിരുന്നു ഇങ്ങനെ കുടിക്കണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴെല്ലാം ഈ പവർലെസ്നെസ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷേ പിന്നെയും എനിക്ക് കഴിയും, ഒരു ചോയ്സ് ഉണ്ട്, എനിക്ക് വീണ്ടും കുടിക്കാൻ കഴിയും എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എയിലെത്തിയപ്പോൾ ഞാൻ മദ്യത്തിന് മുന്നിൽ പവർലെസ്നെസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അടുത്ത ചാപ്റ്ററായിട്ടുള്ള ചാപ്റ്റർ 3 മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ പേജ് നമ്പർ 30 മുതൽ 43 വരെ ഈ മദ്യാസക്തിയുടെ പവർലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാന ഭാഗം, ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ്, അവ ഒരിക്കലും വീണ്ടും വളരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള അമിത മദ്യപാന രോഗികളെ മറ്റുള്ളവരെ പോലെ ആക്കി തീർക്കുവാൻ എന്തെങ്കിലും ചികിത്സാ രീതി ഉള്ളതായും ഇതുവരെ കണ്ടിട്ടില്ല. സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ പ്രതിവിധികളും ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ചിലരുടെ കാര്യത്തിൽ കുറഞ്ഞ കാലയളവിൽ മാത്രം രോഗശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ തുടർന്ന് എല്ലായ്പ്പോഴും കൂടുതൽ മോശമായ കുടിയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. അപ്പോൾ കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കൽ കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുറിച്ച് കളഞ്ഞാൽ അവിടെ വീണ്ടും വളരുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരിക്കൽ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിലേക്ക് എത്തിച്ചേർന്ന, കാരണം ഒരു സാധാരണ കുടിയിൽ നിന്നാണ് മുറിച്ച് വളർന്ന് ഒരു അമിത മദ്യാസക്ത രോഗിയായി മാറുന്നത്. അപ്പോൾ കാലുകൾ വളരുന്നില്ലാത്തതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു മോചനം, അമിത മദ്യപാന ആസക്തിയിൽ നിന്നൊരു മോചനമുള്ള ഒരു ചികിത്സാ രീതിയും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പറയുന്ന സൊല്യൂഷൻ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആൽക്കഹോളിസമിൻ്റെ ഉള്ളിൽ വരുന്ന ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അമിത മദ്യാസക്ത രോഗി അല്ലെങ്കിൽ അമിത മദ്യപാന രോഗിയെന്നോ അല്ലെങ്കിൽ നീ രോഗിയാണോ എന്ന് പരസ്പരം പറയാറില്ല. കാരണം അതിനൊരു പ്രധാന കാരണം അമിത മദ്യപാന രോഗിയെന്ന് നമ്മൾ ആരെയും മുദ്രകുത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മൾക്ക് ഓരോരുത്തർക്കും, ഷിബു എന്ന എനിക്ക് എൻ്റെ രോഗനിർണയം നടത്താൻ പറ്റും. കാരണം ബിഗ് ബുക്കിൽ തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്തുള്ള ഒരു ഷാപ്പിലേക്ക് മദ്യപിക്കാനായിട്ടൊന്ന് കയറി നോക്കണം, അത് നിയന്ത്രിച്ച് കുടിക്കാനൊന്നൊന്ന് ശ്രമിച്ചു നോക്കണം. പിന്നെ ശ്രമിച്ചതിന് ശേഷം കുറച്ച് നേരം നിയന്ത്രിച്ച് കുടിക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് നേരം നിർത്താൻ നോക്കണം. ഈ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളൊരു മദ്യപാന രോഗിയാണ് എന്ന് തെളിയിക്കാനായിട്ട് മറ്റൊരു വഴിയും കണ്ടെത്തേണ്ടതില്ല. കാരണം നമ്മൾ ആയിരക്കണക്കിന് തവണ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഒന്നാണ്. ഈ അമിത മദ്യപാനാസക്തിയുടെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നവരും എന്നാൽ കുടി നിർത്തണമെന്ന അതിശക്തമായ ആഗ്രഹം മൂലം വളരെ കാലം കുടി നിർത്തുവാൻ കഴിയുകയും ചെയ്ത ചില ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഇത് ബുക്കിൽ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. അതിനു മുമ്പായിട്ട് ആളുകൾ പലരും ഒരു നോൺ സ്പിരിച്വൽ വേയിലൂടെ ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റുകയില്ല എന്ന് തന്നെയാണ് ബുക്കിലെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ വഴിയാണ് ഇവിടെ നമ്മൾ അവലംബിക്കുന്നത്. ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്നതിനെപ്പറ്റി, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയ അനുഭവം എന്നൊക്കെ പറയുന്നത് ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്യുന്നത് ഒരു മോറൽ സൈക്കോളജിയിലൂടെയാണ്, അതായത് ധാർമ്മിക മനഃശാസ്ത്രം. അതിനെപ്പറ്റി ആത്മീയ അനുഭവം എന്നുള്ള ബിഗ് ബുക്കിൻ്റെ പേജുകളിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, അത് ഞാനൊന്ന് വായിക്കാം. ഈ പുസ്തകത്തിൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ആത്മീയ അനുഭവം, ആത്മീയ ഉണർവ് എന്നീ പദങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അവ മദ്യാസക്തിയിൽ നിന്ന് വിടുതൽ നേടുന്നതിന് പര്യാപ്തമായ
വ്യക്തി പരിണാമം പല രൂപത്തിൽ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് ബോധ്യപ്പെടും. ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ വായനക്കാരന് പ്രസ്തുത വ്യക്തിത്വ പരിണാമമോ വിശ്വാസാനുഭവമോ പെട്ടെന്നുണ്ടായ പ്രകടമായ ഒരു ഉദ്ധാനമായി തോന്നിയേക്കാം. സസന്തോഷം എല്ലാവർക്കും ഇത് തെറ്റായ ഒരു നിഗമനമായിരുന്നു. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ സത്വരമായ വിപ്ലവാത്മകമായ ചില മാർഗങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ പല മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം സുഖം പ്രാപിക്കണമെങ്കിൽ അവർ ആക്രാന്തപരമായ ഒരു ഈശ്വരബോധത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നും പെട്ടെന്ന് തന്നെ ചിന്തയിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും തന്നെ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സത്വരമായ വളർച്ചയെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മദ്യപാനികളായ ഞങ്ങൾക്ക് തുടരുന്ന ഈ രൂപാന്തരം ഒരു നിയമമൊന്നുമല്ല. ഞങ്ങളിൽ മിക്കവരുടെയും അനുഭവം മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വ്യതിയാനങ്ങളാണ്. കാരണം അവ സാവധാനത്തിലുള്ള ഒരു പുരോഗതിയായിരുന്നു. സമയമെടുത്തു. പക്ഷേ പലപ്പോഴും കന്നിക്കാരൻ അറിയുന്നത് മുമ്പേ തന്നെ അവൻ്റെ സുഹൃത്തുക്കൾ ഇക്കാര്യം അറിഞ്ഞു. പക്ഷേ അവന് സ്വയം അസാധ്യമായ ഒരു വ്യതിയാനത്തിന് അവൻ വിധേയനായി. ഇന്നും ജീവിതത്തിലുള്ള അവൻ്റെ സമീപനം മാറി എന്നും പറയുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നവ ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് സാധ്യമാകുന്നില്ല. ചില അപവാദങ്ങൾ ഒഴിച്ചാൽ ഞങ്ങളുടെ അംഗങ്ങൾ എല്ലാം തന്നെ നിസ്സംശയമായ ഒരു ആന്തരിക ചേതനയെ തുറന്നുവിട്ടുവെന്നും അവർ അതിനെ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തി എന്ന ആശയവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നുവെന്നും കാണാവുന്നതാണ്. ഞങ്ങളെക്കാൾ വലിയ ശക്തി എന്നതാണ് ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിൻ്റെ അന്തസത്ത എന്ന് ഞങ്ങളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നു. കൂടുതൽ വിശ്വാസികളായ ഞങ്ങളുടെ അംഗങ്ങൾ ഇതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇവിടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു മോറൽ സൈക്കോളജി, ഒരു ആന്തരികമായിട്ടുള്ള ഒരു മാറ്റം, ഒരു മാനസിക മാറ്റത്തിന് ഞാൻ തയ്യാറാകണമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പവർലെസ്നെസ്സിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ശക്തിഹീനതയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് ആൽക്കോളിസോണമസിൻ്റെ ബുക്കിലെ അല്ലെങ്കിൽ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ 3 കഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവരും ആ 3 കഥകൾ വായിച്ചിട്ടുണ്ട്. അതിൽ ദ മാൻ ഇൻ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ചെയ്ത മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. ദ വിസ്കി ഇൻ ദി മിൽക്ക്, അതായത് മിൽക്കിൽ വിസ്കി ഒഴിച്ച് കുടിക്കുന്ന ഒരാളുടെ കഥ. ദ സ്റ്റോറി ഓഫ് ഫ്രെഡിൻ്റെ കഥ. അപ്പോൾ വിസ്കിയുടെ കഥ പറയുന്നത് ജിമ്മിൻ്റെയാണ്. ദ മാൻ ഇൻ റിട്ടയർമെൻറ്റ് പറയുന്ന കെല്ലി ഓഷ്മൻ എന്ന് പറയുന്ന ആളുടെയാണ്. അപ്പോൾ 3 റിലാപ്സിൻ്റെ കഥ അവിടെ വിവരിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ആ കഥകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അവരെങ്ങനെയാണ് ഈ റിലാപ്സിലേക്ക് അവരുടെ മനസ്സിനെ പ്രോസസ്സ് ചെയ്തത്, എന്താണ് അവർ ചിന്തിച്ചിരുന്നത്. നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് ഒന്ന് പോകാം. ദ മാൻ ഇൻ റിട്ടയർമെൻറ്റ്. ആ കഥ ഞാനൊന്ന് വായിക്കാം. 30 വയസ്സുള്ള ഒരാൾ കാര്യമായി കുടിച്ചു കൂത്താടുകയായിരുന്നു. കൂത്താടലുകൾക്ക് ശേഷം രാവിലെ അയാൾ വിറയ്ക്കുന്നവനും വിറയൽ ശാന്തതപ്പെടുത്താൻ വേണ്ടി വീണ്ടും കൂടുതൽ കുടിക്കുന്നവനുമായിരുന്നു. ബിസിനസ്സിൽ ഉയരണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അയാൾ കുടി തുടർന്നാൽ താനെങ്ങും എത്തുകയില്ല എന്ന് മനസ്സിലാക്കി. ഒരിക്കൽ കുടി തുടങ്ങിയതോടെ പിന്നീട് ഒരു തരത്തിലുള്ള നിയന്ത്രണവും കുടിയുടെ മേൽ ഉണ്ടാവുകയില്ല. വ്യവസായത്തിൽ നല്ല ഉയർച്ച ഉണ്ടായി താൻ വിരമിക്കുന്നത് വരെ ഒരു തുള്ളി മദ്യം പോലും കഴിക്കുകയില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഒരു അസാമാന്യനായ ഈ മനുഷ്യൻ അടുത്ത 25 വർഷക്കാലം റിട്ടയർമെൻ്റ് എടുക്കുന്നത് വരെ ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ ബിസിനസ്സിൽ വിജയം കൈവരിച്ചു. സന്തോഷത്തോടെ തൻ്റെ 55-ാം വയസ്സിൽ അയാൾ ബിസിനസ്സിൽ നിന്ന് വിരമിച്ചു. ദീർഘകാലത്തെ മദ്യം കുടിക്കാത്ത സ്ഥിതിയും സ്വയം നിയന്ത്രണവും സാധാരണക്കാരെ പോലെ കുടിക്കാൻ യോഗ്യതയുണ്ടാക്കും എന്ന എല്ലാ അമിത മദ്യപാന രോഗികൾക്കും ഉണ്ടാകുന്ന ചിന്തയും അയാളെ കീഴടക്കി. അയാളുടെ പരവതാനിയിൽ ചെരുപ്പുകളും കുപ്പികളും ഉടനെ വന്നു. 2 മാസം കൊണ്ട് പരവശനായും അപമാനിതനായും അയാൾ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലേക്ക് പല തവണ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കുടി നിയന്ത്രിക്കുവാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കി. അതിനുശേഷം എല്ലാവിധ ശക്തിയും സംഭരിച്ചുകൊണ്ട് അയാൾ കുടി പാടെ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ പറ്റിയില്ല. അയാളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പണം കൊണ്ട് സാധിക്കുന്നതായിരുന്ന ഏത് രീതിയും കൈക്കൊള്ളാൻ അയാൾക്ക് സാധ്യമായിരുന്നു. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ബിസിനസ്സിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നല്ല കരുത്തനായിരുന്ന അയാൾ വളരെ പെട്ടെന്ന് നശിക്കുകയും 4 വർഷത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു. ഇതൊരു റിലാപ്സിൻ്റെ കഥയാണ് ഈ 2 പാരാഗ്രാഫിൽ പറയുന്നത്. നമുക്കറിയാം അയാളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു.
ആദ്യത്തെ മെൻ്റൽ സ്റ്റേറ്റ് ഞാൻ റിട്ടയർമെൻറ്റ് ആകുന്നത് വരെ കുടിക്കുകയില്ല. അപ്പോൾ അയാൾ നല്ല ബിസിനസ്സിൽ വിജയം വരിച്ചു. 55-ാം വയസ്സിൽ, അതായത് 30 വയസ്സ് മുതൽ 55 വയസ്സ് വരെ കുടിക്കാതിരുന്ന ആൾ പെട്ടെന്ന് റിട്ടയർമെൻ്റ് എടുത്തതിന് ശേഷം അയാളുടെ മനസ്സിലേക്ക് സാധാരണ മദ്യാസക്തർ എടുക്കുന്ന പോലെ കുറേ ചിന്തകൾ വരികയാണ്. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും, അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്കറിനെ പോലെ 1-2 ഒക്കെ അടിച്ച് സാധാരണ പോലെ കുടിക്കാൻ കഴിയും എന്ന് വിചാരിച്ചിരുന്ന അയാൾ പെട്ടെന്ന് തന്നെ വീണ്ടും കുടി തുടരുകയും അയാളുടെ കൂട്ടുകാരൊക്കെ വരികയും ഒരുപാട് കുടിക്കുകയും അയാൾ വളരെ പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്യുന്ന ഒരു റിലാപ്സിൻ്റെ കഥയാണ് ദ മാൻ ഇൻ റിട്ടയർമെൻ്റ് എന്ന രീതിയിൽ കെല്ലി ഓഷ്മൻ്റെ കഥ അവിടെ പറയുന്നത്. അടുത്ത കഥ പറയുന്നത് ദ വിസ്കി ഇൻ ദ മിൽക്ക്, പാലിൽ വിസ്കി ഒഴിച്ച് കഴിക്കുന്ന ജിമ്മിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ കഥ ദ മാൻ ഇൻ റിട്ടയർമെൻറ്റിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് വളരെ ശക്തമായൊരു കാര്യം എടുക്കാം. 30-ാം വയസ്സിൽ കൂടി നിർത്തിയ ആൾ 55-ാം വയസ്സിൽ കൂടി നിർത്തിയപ്പോഴും എങ്ങനെയാണോ ഒരു അമിത മദ്യപാന രോഗി ആയിപ്പോയ ഒരാൾ കുടിക്കുന്നതോ അയാൾ സദാ സമയവും അമിത മദ്യപാന രോഗിയായിരിക്കും, അല്ലെങ്കിൽ ആജീവനാന്തം മരിക്കുന്നത് വരെ അമിത മദ്യപാന രോഗിയുമായിരിക്കുമെന്നുള്ളൊരു തെളിവ് നമുക്കവിടെ കിട്ടി. അപ്പോൾ കുറച്ച് കാലം കുടിക്കാതിരുന്നാൽ വീണ്ടും മദ്യപാനം തുടങ്ങുമ്പോൾ വളരെ വൈകാതെ തന്നെ പഴയ മദ്യപാനം എവിടെ അവസാന കാലം നിർത്തിയോ അതേ കാലത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥയിലേക്ക് എത്തുന്നു, മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു. നമുക്ക് കുടി നിർത്തണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മദ്യത്തിനോട് ഒരു പ്രതിരോധ ശേഷിയുള്ളവരാണെന്നുള്ള മനസ്സിൽ എന്തെങ്കിലും മുൻപതികളോ ചാഞ്ചാട്ടങ്ങളോ നമ്മുടെ ഉള്ളിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ മാൻ ഇൻ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അയാൾ നിർത്തിയതുപോലെ ഒരു പക്ഷേ നമുക്കൊക്കെ നിർത്താമെന്ന് ചെറുപ്പക്കാരൊക്കെ ആയ അല്ലെങ്കിൽ യുവാക്കളായ നമ്മളെല്ലാം അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിലെത്തുന്ന ആദ്യത്തെ കാലഘട്ടങ്ങളിലെ അംഗങ്ങളെല്ലാം ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. ഇതും ആർക്കും അത് സാധിക്കുകയില്ല. കുടി നിർത്തണമെന്ന് യഥാർത്ഥത്തിലുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഉണ്ടാകാത്തത്. കാരണം കുടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുടി നിർത്തണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകില്ല. കാരണം മദ്യപാനാസക്തി മൂലം ഒരു മാനസിക ചായ്വ് നമുക്ക് മദ്യത്തോട് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് മദ്യം നിർത്തണമെന്നുള്ളൊരാശയത്തിൽ വിജയിക്കാനാവുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള 30-ഉം അതിൽ കുറവും പ്രായമുള്ള ആളുകൾ വളരെ കുറച്ച് കാലം കുടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവർ പെട്ടെന്ന് തന്നെ എയിലെത്തുകയും അവർ ചിന്തിച്ചത്, ഇപ്പോൾ ഞാൻ ഉദാഹരണം ഞാൻ പറയാം. എനിക്കൊരു 32-ാമത്തെ വയസ്സിലാണ് ഞാൻ എയിലെത്തിയത്. ഞാൻ അന്നേരം ചിന്തിച്ചത് അന്ന് അവിടെ ആ റൂമിലുണ്ടായിരുന്ന 50-ഉം 60-ഉം വയസ്സായവരോ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ കാലം കുടിച്ചിരുന്നവരുടെ പോലെ അത്രയും നിസ്സഹായരായ ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്തേണ്ടതില്ല എന്ന് ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ എനിക്ക് എയിലെത്തിയപ്പോൾ 32-ാമത്തെ വയസ്സിൽ എയിലെത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു മനുഷ്യന് ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിൽ എത്തണമെങ്കിൽ ഒരു ദീർഘകാലം കുടിച്ചിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ധാരാളം അളവ് മദ്യം കുടിച്ചിരിക്കണമെന്നില്ല. ചിലപ്പോൾ 2-3 വർഷം ആയപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ 4 വർഷം കുടിച്ചപ്പോഴത്തേക്ക് ഞാൻ രോഗിയെ ആശുപത്രിയിൽ കയറിയ ആളാണ്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൻ്റെ പ്രകൃതിയും അയാളുടെ ഇതൊക്കെ അനുസരിച്ചാണ് ഈ രോഗം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദീർഘകാലം കുടിക്കേണ്ട കാര്യമില്ല, അവർ പെട്ടെന്ന് തന്നെ രോഗികളാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ മീറ്റിങ്ങിനെല്ലാം, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കാനഡയിലായതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പ് മീറ്റിങ്ങിലെല്ലാം ഫിസിക്കൽ മീറ്റിങ്ങിലെല്ലാം ധാരാളം സ്ത്രീകളാണ് ആണുങ്ങളൊക്കെ കൂടുതൽ കാണാറുള്ളത്. എയിലെത്തുന്ന ഒരാൾ ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. നിങ്ങൾക്ക് ഇനി അത് നഷ്ടപ്പെടാതിരിക്കാൻ
അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു AA മെമ്പറോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, എനിക്ക് അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മുതൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പറായി തുടരുക എന്നുള്ളതാണ്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അല്ലെങ്കിൽ വിൽ പവർ കൊണ്ട് കൂടി നിർത്താമായിരുന്നു എങ്കിൽ ഞാനൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ നിന്ന് പോയേനെ. എൻ്റെ കൂടെ കുടിച്ച കൂട്ടുകാരൊക്കെ 2-3 പെഗ് അടിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ അവരിപ്പോൾ എണീറ്റ് പോയാലും അവരുടെ ഗ്ലാസ്സിൽ നിന്ന് എൻ്റെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർത്തി ഒഴിക്കുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്ക് അവരുടെ ഗ്ലാസ്സിൽ നിന്ന് കുറച്ചും കൂടി എൻ്റെ ഗ്ലാസ്സിലേക്ക് എടുത്തൊഴിക്കുകയൊക്കെ ചെയ്തിരുന്ന അമിത മദ്യപാന രോഗിയുടെ എല്ലാ പേക്കൂത്തുകളും കാണിച്ചിരുന്ന എനിക്ക് ആ വിൽ പവർ കൊണ്ട് പണ്ടേ നിർത്താമായിരുന്നു. അപ്പോൾ വളരെ വർഷക്കാലം മദ്യപിച്ചു കൊണ്ടിരുന്ന എനിക്ക് ഈ കഴിഞ്ഞ കാലത്തേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് സാധിക്കുകയില്ല എന്ന് ബോധ്യമായി. കാരണം 32ാമത്തെ വയസ്സെത്തിയപ്പോഴും വളരെ അപകട മേഖലയിൽ തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയ എനിക്ക് മദ്യം കുടിച്ചുകൊണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്കറായി മാറാൻ സാധിക്കുകയില്ല. അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് ഞാൻ എത്തിച്ചേരുകയുള്ളൂ എന്ന് മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോട് പറയുന്നുണ്ട്. ഇവിടെ ബിഞ്ച് ഡ്രിങ്കേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. കാരണം ഞാനിവിടെ ബിഞ്ച് ഡ്രിങ്കേഴ്സിനെ പറ്റി പറയേണ്ടതുണ്ട് എന്നെൻ്റെ മനസ്സ് പറയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ആ പേജ് നമ്പർ 33 പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ മദ്യപാനത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ചിലപ്പോഴൊക്കെ 1 വർഷക്കാലത്തേക്ക് ഞങ്ങൾ കുടി നിർത്തിയിരുന്നു. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം വളരെ വഷളം കുടിയന്മാരായി മാറുകയാണ് ഉണ്ടായത്. ദീർഘകാലത്തേക്ക് കുടി നിർത്താൻ കഴിയുന്ന ആളാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ശരിയായ മദ്യപാനാസക്തനാകാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകത്തിലെ വിഷയം ഗ്രഹിച്ചവരിൽ ചിലർക്ക് 1 വർഷത്തേക്കോ മറ്റോ കുടി നിർത്താൻ കഴിഞ്ഞേക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മറ്റു ചിലർ കുടി നിർത്താൻ തീരുമാനമെടുത്തെന്നും അന്ന് തന്നെ കുടിച്ചുന്മാത്തരാകും. ബാക്കി മിക്കവരും ചില ആഴ്ചകൾക്കുള്ളിലും. ഈ ബിഞ്ച് ഡ്രിങ്കേഴ്സ് 1 മാസം 2 മാസമൊക്കെ കൂടി നിർത്തും, അല്ലെങ്കിൽ 6 മാസം കൂടി നിർത്തും. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുടി നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ കുടിച്ചു തുടങ്ങിയാൽ വളരെ മോശകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനുശേഷം ഒരു 5-8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കുടിക്കും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പോലീസ് കേസോ, ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടലോ, ജോലി നഷ്ടപ്പെടലോ, ജോലിയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ ഒക്കെ മൂലം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൂലം വീണ്ടും കുടി നിർത്തും. അപ്പോൾ ഈ കുടി നിർത്തൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിക് ആണോ എന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം. പക്ഷേ പിന്നീടുണ്ടായ ഓരോ കുടിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ച് അളന്നു നോക്കുമ്പോൾ നമ്മൾ ആൽക്കഹോളിക് ആണ് എന്ന് നമുക്കവിടെ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് ബിഞ്ച് ഡ്രിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായും അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഈ പാരഗ്രാഫിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബിഞ്ച് ഡ്രിങ്കേഴ്സിനെ പറ്റി വീണ്ടും പറയുന്നത് അടുത്ത പാരഗ്രാഫിലാണ്. പേജ് നമ്പർ 33. സാമാന്യ നിലയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നം കൂടി അപ്പാടെ നിർത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. വായനക്കാർ കുടി നിർത്താൻ ആഗ്രഹമുള്ളവനാണെന്ന് ഞങ്ങൾ തീർച്ചയായും ഊഹിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മീയമായ അടിത്തറയിൽ കൂടിയല്ലാതെ കുടി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കുടിക്കണമോ വേണ്ടയോ എന്ന വിവേചന ബോധത്തിന് വേണ്ട ഇച്ഛാശക്തി അയാൾക്ക് എത്രമാത്രം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. വളരെ സ്വഭാവശുദ്ധിയുള്ളവരാണെന്ന് ഞങ്ങൾ സ്വയം വിചാരിച്ചിരുന്നത്. എന്നേക്കുമായി കുടി നിർത്തണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അസാധ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. മദ്യപാനാസക്തിയുടെ സംഭ്രമിക്കുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. ആവശ്യമോ ആഗ്രഹമോ എത്ര മഹത്തരമായാലും കുടി നിർത്താനുള്ള ദയനീയമായ പ്രാപ്തിയില്ലാത്തതാണിത്. അപ്പോൾ അടുത്ത ലൈനിൽ പറയുന്നത്, ഞങ്ങളെപ്പോലുള്ളവരാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ വായനക്കാരെ സഹായിക്കാൻ സാധിക്കുക എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ചോദിക്കുകയാണ്. കുറച്ചു നാൾ കുടിക്കാതിരിക്കുക എന്ന പരീക്ഷണം സഹായകരമാകുമെങ്കിലും അവശന്മാരായ മദ്യപാനാസക്തനെയും വൈദ്യശാസ്ത്ര വിഭാഗക്കാരെയും കൂടി മെച്ചമായ രീതിയിൽ സഹായിക്കാൻ മറ്റൊരു തരത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യപാനാസക്തിയിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെപ്പറ്റി ഞങ്ങൾ വിവരിക്കാം. എന്തുകൊണ്ടെന്നാൽ പ്രകടമായും പ്രശ്നത്തിൻ്റെ കാതൽ ഇതുതന്നെയാണ്. അപ്പോൾ മദ്യപാനാസക്തിയുടെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന മാനസികാവസ്ഥയെക്കുറിച്ചാണ് അടുത്ത ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ കുടി പലപ്പോഴും മദ്യപാനാസക്തൻ ആവർത്തിക്കുന്നത് ചിന്താഗതികൾ പല തരത്തിൽ
മാറ്റപ്പെടുന്നതിന് അല്ലെങ്കിൽ തിങ്കിങ് പലതരത്തിൽ മാറ്റപ്പെടുന്നതിന് കാരണമാകും. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വിവാഹമോചനം നേടാൻ ഒരുമിട്ടിരിക്കുന്ന അയാൾ വീണ്ടും വീണ്ടും കുടിക്കുകയാണ്. അയാളുടെ ജോലി ഏകദേശമൊക്കെ നഷ്ടപ്പെടാറായി, അല്ല കടത്തിൽ അയാൾ മുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അയാൾ വീണ്ടും മദ്യഷാപ്പിലേക്ക് ഓടി കയറുന്നു. അപ്പോൾ പുറത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമല്ലാത്ത, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾ ചിന്തിക്കുന്നത്, ഇയാൾ എന്തിനെ പറ്റിയാണ് ഈ ആലോചിച്ചുകൊണ്ട് നടക്കുക, ഇയാൾക്ക് എങ്ങനെയാണ് ഈ മദ്യഷാപ്പിലേക്ക് ഓടിക്കയറാൻ സാധിക്കുക? അവിടെയാണ് റിലാപ്സിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമായിട്ട് ബിഗ് ബുക്ക് പറയുന്ന ദ വിസ്കി ആൻഡ് ദി മിൽക്ക് എന്ന് പറയുന്ന ജിമ്മിനെ പറ്റി. അപ്പോൾ ഞാനത് ഒരു 2 പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അതായത്, ഞങ്ങളുടെ ആദ്യത്തെ ഉദാഹരണം ഞങ്ങൾ ജിം എന്ന് വിളിക്കുന്ന സുഹൃത്താണ്. ഇദ്ദേഹത്തിന് ഒരു സുന്ദരിയായ ഭാര്യയും കുടുംബവുമുണ്ട്. നല്ല വരവുള്ള ഒരു വാഹന ഏജൻസി അയാൾക്ക് കുടുംബ വഴിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാർ ഡീലറാണ്. ലോകമഹായുദ്ധത്തിൽ മഹത്തായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നല്ല ഒരു സെയിൽസ്മാനാണ്, അത് കാർ വിൽപ്പനക്കാരനാണ്. വല്ലപ്പോഴും പെട്ടെന്ന് ശോഭിക്കുന്ന ഒഴിച്ചാൽ വളരെ ബുദ്ധിമാനും സാധാരണ പ്രകൃതിക്കാരനാണ്. അപ്പോൾ സ്വല്പം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിയും സാധാരണ പ്രകൃതിക്കാരനാണ്. തൻ്റെ 35-ാം വയസ്സ് വരെ അയാൾ മദ്യം കഴിച്ചിട്ടില്ല. 35 വയസ്സ് വരെ മദ്യം കഴിക്കാത്ത ഒരാളാണ്. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുടിച്ചുന്മത്തനായാൽ വളരെ ആക്രമാസക്ത നിലയിലെത്തുകയും രക്ഷാകേന്ദ്രങ്ങൾ അടയ്ക്കേണ്ട നിലയിൽ അയാൾ എത്തുകയും ചെയ്തു. അപ്പോൾ 35-ാമത്തെ വയസ്സിൽ കുടിയിറങ്ങിയ ആൾ വളരെ പെട്ടെന്ന് തന്നെ കുടിച്ചുന്മത്തനായി ഈ ചികിത്സാ കേന്ദ്രത്തിലെത്തി. രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന അയാൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനായി വന്നു. അപ്പോൾ വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ട് ജിമ്മ് ബന്ധപ്പെടുകയാണ്. മദ്യാസക്തിയെപ്പറ്റി ഞങ്ങൾക്കറിയാവുന്നതും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തിയെന്നും ജിമ്മിനോട് വിവരിച്ചു. ജിമ്മ് ഞങ്ങളുടെ പരിപാടിയിൽ, അല്ലെങ്കിൽ എയുടെ പരിപാടിയിൽ തുടക്കം കുറിച്ചു. ജിമ്മിൻ്റെ കുടുംബം ഒന്നിച്ചു കൂടുകയും ഒരു സെയിൽസ്മാൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ എന്ന നിലയിൽ അയാൾ മദ്യപിച്ച് നഷ്ടപ്പെടുത്തിയ പഴയ സ്ഥാപനത്തിൽ തന്നെ വീണ്ടും ജോലി ചെയ്യാനും തുടങ്ങി. അപ്പോൾ അയാളുടെ സ്വന്തം സ്ഥാപനം കുടിച്ച് അയാൾ നഷ്ടപ്പെടുത്തിയിരുന്നു. ആ സ്ഥാപനത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ കാർ ഡീലറിൻ്റെ ഷോപ്പിൽ തന്നെ അയാൾ വീണ്ടും ജോലിക്കായി പോയി. കുറച്ച് കാലത്തേക്ക് സംഗതികളൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നെങ്കിലും അയാൾ തൻ്റെ ആത്മീയ ചിന്താഗതികൾ വിശാലമാക്കാൻ ഒരുമ്പിട്ടില്ല. അപ്പോൾ കുടി നിർത്തിയ ഒരാൾ വീണ്ടും പെട്ടെന്ന് തന്നെ, അതായത് ആത്മീയമായിട്ടുള്ള നമ്മുടെ ഈ ചിന്താഗതികൾക്ക് ഒരു ഗൗരവം കൊടുക്കാതെ പെട്ടെന്ന് ജോലി കണ്ടെത്തുന്നു, നഷ്ടപ്പെട്ടു പോയ പണം തിരികെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ നമ്മളോട് തന്നെ പറയും, എനിക്ക് ജോലിയില്ല, പണമില്ല, എൻ്റെ കുടുംബം ജീവിക്കണ്ടേ, നിങ്ങൾക്കങ്ങനെ പറയാം എന്നൊക്കെ പറയും. നിങ്ങൾക്കിപ്പോൾ ജോലിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ വീണ്ടും കുറച്ച് കാലത്തേക്ക് കുടിച്ച് നിർത്തി. സംഗതികളൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. അയാൾ സ്വയം പരിഭ്രമിക്കുമാറ് തുടരെ വീണ്ടും അയാൾ കുടിച്ചു. ഈ ഓരോ സന്ദർഭത്തിലും എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ അയാളോടൊത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. താനൊരു യഥാർത്ഥ മദ്യപാനാസക്തനാണെന്നും തൻ്റെ നില ഗുരുതരമാണെന്നും അയാൾ സമ്മതിച്ചു. ഇനി കുടിക്കുകയാണെങ്കിൽ താൻ വീണ്ടും രക്ഷാകേന്ദ്രത്തിൽ എത്തിപ്പെടുമെന്നും അയാൾക്ക് അറിയാമായിരുന്നു. എല്ലാറ്റിനും ഉപരിയായി അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബം അയാൾക്ക് നഷ്ടപ്പെടുമെന്നും ജിമ്മിന് അറിയാമായിരുന്നു. എന്നിട്ടും അയാൾ വീണ്ടും കുടിച്ചുന്മാദനായി. നോക്കൂ, ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഈ ബിഞ്ച് ഡ്രിങ്കേഴ്സിനെ പറ്റിയാണ് ജിമ്മിൻ്റെ കഥയിലൂടെ കൂടുതലായി പറയാൻ ശ്രമിക്കുക. അതെങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി വിവരിക്കാൻ അയാളോട് ഞങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ ഇതാണ്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് വന്നു. എൻ്റെ സ്വന്തമായിരുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഒരു വിൽപ്പനക്കാരനെന്നത് എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. മുതലാളിയോട് ഗൗരവത്തോടെ അല്ലെങ്കിലും കുറച്ച് സംസാരിക്കേണ്ടി വന്നു. കാറിൻ്റെ വിൽപ്പനയ്ക്കായി ഒരാളെ കാണുന്നതിനായി ഒരു ഗ്രാമത്തിലേക്ക് വണ്ടിയും കൊണ്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. വഴിയിൽ വിശപ്പ് അനുഭവപ്പെട്ടത് കാരണം വണ്ടി അരികിലിട്ട ശേഷം മദ്യഷാപ്പോടു കൂടിയ ഒരു ഹോട്ടലിൽ കയറി. എനിക്ക് കുടിക്കണമെന്ന ഉദ്ദേശമേ ഇല്ലായിരുന്നു. റൊട്ടി കഴിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജിമ്മ് നേരത്തെ ഇവിടെ വന്ന പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലപ്പോൾ കാർ വിൽപ്പനയ്ക്ക് പറ്റിയ ഒരാളിനെ അവിടെ കണ്ടുകിട്ടേക്കുമെന്നൊരു തോന്നലൊക്കെ ജിമ്മിനുണ്ടായിരുന്നു. കുടിക്കാതിരിക്കുന്ന ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ആ ഹോട്ടലിൽ അയാൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. ഒരു മേശയ്ക്കരികിലിരുന്ന ശേഷം ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും അയാൾ ഓർഡർ ചെയ്തു. അപ്പോഴും കുടിക്കണമെന്ന വിചാരം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും കൂടി അയാൾ ജിമ്മ് ഓർഡർ കൊടുത്തു. പാലിനകത്ത്
ഒരൗൺസ് വിസ്കി ഒഴിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന എനിക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ചിന്ത തൻ്റെ മനസ്സിനെ പെട്ടെന്ന് പാഞ്ഞു കയറി. ഞാൻ വിസ്കിക്ക് ഓർഡർ കൊടുത്ത് അത് പാലിൽ ഒഴിച്ചു. എൻ്റെ പ്രവൃത്തി ബുദ്ധിപരമല്ലെന്ന് തോന്നിയെങ്കിലും നിറഞ്ഞ വയറ്റിലാണ് വിസ്കി കുടിക്കുന്നതെന്ന ചിന്ത എനിക്ക് ആശ്വാസം തന്നു. ഈ പരീക്ഷണം വിജയിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും വിസ്കിക്കും പാലിനും ഓർഡർ കൊടുത്തു. ശല്യമൊന്നും ഉണ്ടാക്കാത്തത് കാരണം ഞാൻ വീണ്ടും മദ്യം കഴിച്ചു. അപ്പോൾ പാലിൽ വിസ്കി ഒഴിച്ച് കഴിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള വിചാരത്തിൽ അപ്പോൾ ചിന്തകളാണ് തിങ്കിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോങ് ചിന്തയിലാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ നമ്മളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രക്ഷാകാന്ധ്രത്തിലേക്കുള്ള യാത്ര ജിം വീണ്ടും തുടങ്ങി. മദ്യപിച്ചതിനെ തുടർന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ യാതനകൾക്കുപരിയായി ശിക്ഷ ലഭിക്കാവുന്ന ഭീഷണിയും കുടുംബവും സ്വന്തം പദവിയും നഷ്ടപ്പെടുമെന്ന സ്ഥിതിയും ഉണ്ടായി. മദ്യം കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക യാതനകളും ശാരീരിക പ്രയാസങ്ങളും വിട്ടുകളയാം. മദ്യപൻ എന്ന നിലയിൽ അയാളെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പാലിൽ കലർത്തിയാണെങ്കിൽ തനിക്ക് വിസ്കി കുടിക്കാമെന്ന വിഡ്ഢിത്തം കലർന്ന വിചാരം മദ്യപിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ മനസ്സിൽ നടന്ന എല്ലാ വടംവലികളെയും തള്ളി നീക്കി. ഇതിൻ്റെ സംക്ഷിപ്തമായ നിർവചനം എന്തായാലും ഞങ്ങൾ ഇതിനെ ശരിക്കും ഭ്രാന്ത് എന്നാണ് പറയുന്നത്. ബുദ്ധിയില്ലായ്മയെയും നേരായ മാർഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസന്തുലിതാവസ്ഥയെയും മറ്റെന്താണ് നമുക്ക് വിളിക്കാൻ കഴിയുക? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ദ മാൻ ഇൻ റിട്ടയർമെൻറ്റ്, കെല്ലി ഓഴ്സ്മാനും ദ വിസ്കി ഇൻ ദ മിൽക്ക് ജിമ്മും. ഇനിയിപ്പോൾ അടുത്ത ഒരു സ്റ്റോറി ഫ്രെഡിനെ കുറിച്ചാണ്. പക്ഷേ അതിനു മുമ്പ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ ദ വിസ്കി ഇൻ ദ മിൽക്കിൽ ജിമ്മ് എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത് എന്ന് പറയുന്നത്, ബുക്ക് പറയുന്നത് മദ്യം കുടിച്ചതിന് ശേഷമുള്ള അനന്തരഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ്. ജിമ്മിലുള്ളതിനൊക്കെ കൂടുതലായിട്ട് മദ്യം കഴിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പലപ്പോഴും നമുക്കെല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ എന്തിനേയും നീതീകരിക്കാൻ എന്ന സ്വഭാവത്തിന് യോജ്യമായ രസകരമായ ഒരു മാനസിക പ്രവണത കൂടി എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യത്തെ കുടിക്കുന്നതിന് അനിവാര്യമായും എന്തെങ്കിലും ഭ്രാന്തിന് തുല്യമായ നിസ്സാര ഒഴിവൊഴിവ് പറയുക എന്നത് ഞങ്ങളുടെ ശക്തമായ ന്യായീകരണ സ്വഭാവം ഞങ്ങളെ മദ്യം കഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. കുടിക്കുക എന്ന ഭ്രാന്തൻ ആശയം മാത്രം എപ്പോഴും ജയിച്ചു. പിറ്റേ ദിവസം ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് എല്ലാ നേരായ്മയോടും ആത്മാർത്ഥതയോടും കൂടി ഞങ്ങളോട് തന്നെ ചോദിക്കും. അപ്പോൾ ഈ പലതരം കുടികൾ. ആദ്യത്തെ കുടി എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ പോയി കുടിക്കും. വൈഫിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ, വൈഫ് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കുടിക്കുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പിരിമുറുക്കം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില സങ്കടങ്ങൾ കൊണ്ടോ എപ്പോഴെങ്കിലും പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ആദ്യത്തെ കുടിയിലേക്ക് നമ്മൾ ഒരു വട്ടന്മാരെ പോലെ എന്നാണ് ബുക്കിൽ പറയുന്നത്, ഒരു ഭ്രാന്തന്മാരെ പോലെ പോവുകയാണ്. അപ്പോൾ ഈ കുടിയെക്കുറിച്ചാണ് നമ്മൾ ഗൗരവപൂർവ്വം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കുടി 2 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അവർ രണ്ടുപേരും കുടിച്ചതെന്ന് നമ്മൾ കണ്ടു. ആദ്യത്തെ ആൾക്ക് ഇനി കുഴപ്പമുണ്ടാവില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് കുടിച്ചു. രണ്ടാമത്തെ ആളും പാലിൽ വിസ്കി എടുത്ത് വയറടച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ലാണ്ടെന്ന് ചിന്തിച്ച് കുടിച്ച്. അപ്പോൾ റിലാപ്സിൻ്റെ 2 നല്ല ഉദാഹരണങ്ങളാണ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. മദ്യപിച്ചതിന് ശേഷം നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബുക്കിൽ പറയുന്ന ഒരു കാര്യം, ഒരു വാഹന നിബിഡമായ ഒരു തിരക്കിട്ട റോഡിലൂടെ കണ്ണും പൂട്ടി തന്നിഷ്ടത്തോടെ നടന്നു പോകുന്ന ഒരാളെയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ റോഡ് കുറുകെ നടക്കുമ്പോൾ അയാൾ നിത്യത്തൊഴിലാണ് ഇങ്ങനെ റോഡ് കുറുകെ നടക്കുക. അപ്പോൾ ഈ ചീടിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളുടെ മുന്നിലേക്ക് എടുത്തുകയാണെന്ന് അയാളൊരു ഹരമാക്കിയെടുത്തു അല്ലെങ്കിൽ രസമാക്കിയെടുത്തു. പലപ്പോഴും ആളുകൾ അയാളോട് സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അയാൾ ഈ പണി ആസ്വദിക്കുകയാണ്. ഈ ഘട്ടം വരെ അയാളൊരു തമാശക്കാരനാണ് എന്ന മട്ടിൽ നിങ്ങളും അയാളെ മുദ്രകുത്തുന്നു. ഭാഗ്യം അയാളെ വിട്ടൊഴുകുകയും തുടരെ അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വണ്ടി ഇടിച്ച് അയാൾക്ക് തുടരെ പരിക്ക് കേൾക്കുന്നുണ്ട്. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ഈ പണി നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ആ പണി നിർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വീണ്ടും അയാളൊരു അപകടത്തിൽപ്പെടുകയും അയാളുടെ തലയോട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് കോഴിക്കോട് ഭാഗം തോന്നുന്നു വണ്ടി ഇടിച്ചിട്ട് ചെവി മുറിഞ്ഞു പോയ ഒരാൾ വിളിച്ചു. അങ്ങനെ അതിൻ്റെ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ വളരെ സ്പീഡിൽ വന്ന ഒരു വാഹനം തട്ടി അയാളുടെ കൈകൾ ഒടിയുന്നു.
ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലുള്ള തൻ്റെ ഭ്രാന്തമായ കുറുകെച്ചാടൽ താൻ എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണെന്ന് അയാൾ സത്യം ചെയ്യുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ കാലുകൾ ഒടിഞ്ഞ് ആശുപത്രിയിലെത്തുന്നു. കാലങ്ങളോളം ഈ പെരുമാറ്റം തുടരുന്നു. അതോടൊപ്പം താനിനി കൂടുതൽ സൂക്ഷിച്ചുകൊള്ളും, നടുറോഡിൽ നിന്ന് താനിനി മാറി നിന്നുകൊള്ളാമെന്നും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം അയാൾ മറ്റൊരു പണിക്കും കൊള്ളാത്തവനായി മാറുന്നു. അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അയാൾ അപഹാസ്യനായി മാറുന്നു. തൻ്റെ തലയിൽ നിന്ന് ഈ റോഡ് മറികടക്കുക എന്ന ആശയം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായും കരുതുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നേരെയാകുന്നതിന് വേണ്ടി അയാൾ ഒരു ഭ്രാന്താശുപത്രിയിൽ അടച്ച മുറിയിൽ കഴിയുന്നു. പക്ഷേ അയാൾ പുറത്തിറങ്ങുന്ന ദിവസം ചീറിപ്പായുന്ന ഒരു ഫയർ എഞ്ചിൻ്റെ മുമ്പിൽ അയാൾ പെടുന്നു. ഈ അപകടത്തിൽ വെച്ച് അയാളുടെ മുതുകെല്ലൊടിയുന്നു. ഇങ്ങനെയുള്ള ഒരാൾ തനി വട്ടനാണെന്ന് നമ്മളും കരുതിയേക്കാം. ഈ ഉദാഹരണം ഒരു പക്ഷേ നമുക്ക് പരിഹാസത്തോടുകൂടി എടുക്കാൻ പറ്റുമെങ്കിലും ശരിക്കും ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ അല്ലെങ്കിൽ ആൽക്കഹോളിക്കായിട്ട് അടുത്തിടപെട്ടിട്ടുള്ള ഒരാൾക്ക് ഈ റോഡ് മുറിച്ച് കിടക്കുന്ന ഈ കഥയൊക്കെ സാധാരണ സ്ഥിതിയിൽ ഒരു മദ്യപാന രോഗി ചെയ്യുന്നതൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. കാരണം അമിത മദ്യപാന രോഗിയായ അയാൾ എന്ത് ബുദ്ധിശൂന്യമായ എത്ര ബുദ്ധിയുണ്ടെങ്കിലും എത്ര ഉന്നത വിദ്യാഭ്യാസവും റാങ്ക് ഹോൾഡർ ആണെങ്കിൽ പോലും നമുക്കറിയാം, നമുക്ക് ഒന്നാം പടിയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർമാർ ഒന്നാം പടി ചെയ്യുന്നുണ്ട്, നേഴ്സുമാർ ഒന്നാം പടി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കമ്പനിയിലെ ചെയർമാന്മാർ ഒന്നാം പടി. അവർ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ലോ. അവർക്കൊക്കെ ഈ അമിത മദ്യപാന രോഗിയുടെ സ്ഥിതി വളരെ എന്താണെന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. മറ്റെന്തൊക്കെ ബുദ്ധിപരമായ ഔന്നത്യമുണ്ടെങ്കിലും ശരി, മദ്യവുമായി ഇടപഴകുമ്പോൾ ഒരു അമിത മദ്യപാന രോഗി ഭ്രാന്തനെ പോലെയാണ്. ഇതൊരു ഒത്തിരി കടുത്ത ഭാഷയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അതല്ലേ സത്യം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഒരാൾ എത്രമാത്രം ബുദ്ധിയുണ്ടെങ്കിലും മദ്യമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ മദ്യപാന രോഗി ഒരു ഭ്രാന്തനെ പോലെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിനോട് നമ്മൾ പറയാണ്, ശരി, നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷേ അപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടെ കാര്യത്തിൽ യോജിക്കുന്നവയല്ല. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളൊക്കെ ചെന്നെത്തിപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ സ്ഥിതിയിലൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. ഇനിയൊട്ട് അങ്ങോട്ടും എത്താനും പോകണില്ല. കാരണം അങ്ങനെയൊന്നും ഇനി ജീവിതത്തിൽ സംഭവിച്ചുകൂടെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കുടി മൂലം ജീവിതത്തിലുള്ളതെല്ലാം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിനൊട്ട് ആഗ്രഹമില്ല. നിങ്ങൾ നൽകിയ വിവരങ്ങൾക്ക് നന്ദി. അപ്പോൾ അമിത മദ്യപാന രോഗികളല്ലാത്ത ചിലരുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും സാധ്യമാകില്ലായിരിക്കാം. പക്ഷേ അത് സത്യമായിരിക്കാം. വളരെ ബുദ്ധിശൂന്യമായി അളവില്ലാത്ത തോതിൽ കഴിക്കുന്നവരാണവർ. എപ്പോഴെങ്കിലും അവർക്ക് നിർത്താനും നിയന്ത്രിക്കാനുമായ തോതിൽ കഴിഞ്ഞു എന്ന് വരാം. കാരണം അവരുടെ തലച്ചോറുകളും ശരീരങ്ങളും ഞങ്ങളുടേതുപോലെ കേട് പറ്റിയിട്ടുള്ളതല്ല. സ്വന്തം അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തികഞ്ഞ അമിത മദ്യപാന രോഗിക്ക് മദ്യം നിർത്തുവാൻ ഒരിക്കലും കഴിയുന്നേയില്ല. ഈ കാര്യത്തിൽ ഒരു അപവാദമില്ലെന്ന് തന്നെ പറയാം. ഞങ്ങൾ ശക്തിയായും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. കടുത്ത അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ അമിത മദ്യപാന രോഗികളായ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ അടുത്ത കഥയാണ് ഇവർ ഈ റിലാപ്സിനെ കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ഫ്രെഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫ്രെഡ് എന്ന് പറയുന്നത് ഒരു പ്രശസ്തനായ അക്കൗണ്ടിങ് സ്ഥാപനത്തിലെ പാർട്ട്ണറാണ്. അയാൾക്ക് നല്ല വരുമാനമുണ്ട്. വളരെ നല്ല ഒരു വീടുണ്ട് ഫ്രെഡിന്. ഫ്രെഡിൻ്റെ വിവാഹ ജീവിതം സന്തുഷ്ടമാണ്. കൂടാതെ ഫ്രെഡ് ഭാവിയിലെ വാഗ്ദാനങ്ങളായ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനുമാണ്. വളരെ ആകർഷണീയമായ വ്യക്തിത്വമാണ് ഫ്രെഡ്. അതുപോലെ തന്നെ ഫ്രെഡ് മറ്റുള്ളവരുമായി വളരെ എളുപ്പത്തിൽ ചങ്ങാത്തത്തിലാകുന്നവനാണ്. എവിടെയെങ്കിലും ഒരു വിജയശീലനായ ഒരു ബിസിനസ്സുകാരനുണ്ടെങ്കിൽ അത് ഫ്രെഡ് അല്ലാതെ മറ്റാരുമല്ല. വളരെ സന്തുലിതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഫ്രെഡ്. എന്നിട്ടും അയാളൊരു അമിത മദ്യപാന രോഗിയാണ്. ഞങ്ങൾ ആദ്യമായി ഫ്രെഡിനെ കാണുന്ന ഒരു വർഷം മുമ്പ് ഒരു ആശുപത്രിയിലാണ്. അവിടെ അയാൾ കഠിനമായ ഞരമ്പ് രോഗം ഭേദപ്പെടുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. ഇത്തരത്തിലുള്ള അയാളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അയാൾ വലിയൊരു ലജ്ജാലുവായിരുന്നു. പക്ഷെ ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് സമ്മതിക്കുന്നതിന് പകരം അയാൾ ഞങ്ങളോട് പറഞ്ഞത് തൻ്റെ ഞരമ്പുകൾക്ക് വിശ്രമം പകരാനാണ് ഞാനിവിടെ വന്നത് എന്നാണ്. അയാൾ കരുതുന്നതിനേക്കാൾ വളരെ വഷളായ സ്ഥിതിയാണ് അയാളുടേതെന്ന് ഡോക്ടർ അയാളെ അറിയിച്ചു. കുറേ നാളത്തേക്ക് അയാൾ തൻ്റെ രോഗാവസ്ഥയെ അവസാനം
രോഗാവസ്ഥയെക്കുറിച്ച് വിഷാദമൂകനായിരുന്നു. കുടി പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ അവസാനം അയാൾ തീരുമാനിച്ചു. ഞാൻ അത്രമേൽ നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും എത്ര ഉറച്ച നിലപാടുള്ളവനാണെങ്കിലും തനിക്കൊരിക്കലും അതിന് കഴിഞ്ഞേക്കില്ല എന്ന ചിന്ത അയാൾക്കുണ്ടായിരുന്നു. ഫ്രെഡ് ഒരിക്കലും താനൊരു അമിത മദ്യപാന രോഗിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിലുപരി തൻ്റെ പ്രശ്നത്തിന് ആത്മീയമായ ഒരു പരിഹാരമുണ്ടെന്ന കാര്യം അംഗീകരിക്കാനേ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അമിത മദ്യപാന രോഗത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു. അയാൾ അതിൽ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റേതായ ചില ലക്ഷണങ്ങൾ തനിക്കുള്ളതായി അയാൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന കാര്യം അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഈ നാണം കെടുന്ന അനുഭവവും താൻ ആർജിച്ച അറിവും തൻ്റെ വരുംകാല ജീവിതത്തിൽ തന്നെ മദ്യമില്ലാത്ത അവസ്ഥയിൽ നിലനിർത്തുമെന്ന കാര്യത്തിൽ അയാൾ ഉറച്ച മനസ്സുള്ളവനായിരുന്നു. സ്വയം നേടിയ അറിവ് അയാളെ ഉറപ്പുള്ളവനാക്കി. അപ്പോൾ അയാളുടെ തീരുമാനം പ്രകാരം ഫ്രെഡ് അങ്ങോട്ടോ പോയി. കുറേ കാലത്തേക്ക് ഫ്രെഡിനെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് ഒരു വിവരവും കിട്ടിയില്ല. അപ്പോൾ ഒരു ദിവസം ഫ്രെഡ് ആശുപത്രിയിലായി എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അറിയുകയാണ്. അയാളെ കാണാൻ ചെന്നപ്പോൾ അയാളാകെ പരവശനായിരുന്നു. വളരെ വൈകാതെ ആൽക്കഹോളിക്സിലെ അംഗങ്ങൾ ചെന്നപ്പോൾ അയാൾക്ക് ഉത്കണ്ഠയുണ്ടെന്ന് അയാൾ സൂചിപ്പിച്ചു. അയാൾ പറഞ്ഞ ഒരു കഥയാണ്, അതൊരു ഗുണപാഠമാണ്. കൂടി പൂർണ്ണമായും നിർത്തണമെന്ന് ശരിക്കും ബോധ്യപ്പെട്ട ഒരാളായി അപ്പോൾ അയാൾ മാറിയിട്ടുണ്ട്. കുടി തുടരണമെന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്കൊരു ന്യായീകരണവുമില്ലായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഉൾക്കാഴ്ചയും തീരുമാനങ്ങളെടുക്കുന്നതിനുള്ള കഴിവും ഉണ്ടായിരുന്നിട്ട് പോലും മദ്യത്തിൻ്റെ കാര്യത്തിൽ തറപറ്റി. അയാൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കും. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഫ്രെഡ് പറയുന്നത്, നിങ്ങൾ അമിത മദ്യാസക്തനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ആകർഷണനായി. എനിക്കിനിയൊരിക്കലും കുടിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ആദ്യത്തെ കുടിക്ക് ശേഷമുള്ള ഭ്രാന്തമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതായത് ഫസ്റ്റ് ഡ്രിങ്ക് എടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ. പക്ഷേ മദ്യത്തെക്കുറിച്ച് വളരെയേറെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എനിക്ക് അങ്ങനെയൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു. നിങ്ങളിൽ പലരെയും പോലെ അത്രയേറെ വലിയ നിലയിലുള്ള കുടിയനല്ല താനെന്നും താൻ എൻ്റെ പ്രശ്നങ്ങൾ മുഴുകി കുടിക്കാതിരിക്കുമെന്നും ഞാൻ യുക്തിയുക്തമായി കരുതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ഞാൻ വിജയിക്കുമെന്ന് ദൃഢമായി വിശ്വസിച്ചു. ആത്മവിശ്വാസമുള്ളവനായി ഇരിക്കുവാൻ ധാരാളം കാരണങ്ങളുള്ളതായി എനിക്ക് തോന്നി. മദ്യം കഴിക്കുന്നതിന് എൻ്റെ മനഃശക്തി ഉപയോഗിക്കുകയും മദ്യത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നതും ചെയ്താൽ മതിയെന്നായിരുന്നു എൻ്റെ ധാരണ. ഈ മാനസികാവസ്ഥയോടുകൂടി ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ മുഴുകി കുറേ നാളേക്കെല്ലാം എല്ലാം ഭംഗിയായി നടന്നു. ഉപചാരവേളകളിൽ മദ്യം വേണ്ടെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പ്രയാസമുണ്ടായിരുന്നില്ല. ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഞാൻ വേണ്ടതിലേറെ ക്ലേശിച്ചില്ല എന്ന തോന്നലാണ് എനിക്കുണ്ടായി. ഒരു ദിവസം അക്കൗണ്ടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്യുന്നതിനായി ഞാൻ വാഷിങ്ടണിലേക്ക് പോയി. ഈ കുടിക്കാത്ത അവസ്ഥയിലിരുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പും ഞാൻ പുറം നാടുകളിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വലിയ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. ശാരീരികമായ നല്ല ഉന്മേഷവനായിരുന്ന എനിക്ക് തോന്നി. പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമോ ദുഃഖങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ബിസിനസ്സിന് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. എൻ്റെ പാർട്ണർമാരും അങ്ങനെയുള്ളവരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പരിപൂർണ ദിവസം അവസാനിക്കുകയായിരുന്നു. അന്തരീക്ഷത്തിൽ കാർമേഘ പടലങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് ചെന്ന് ഡിന്നറിന് പോകാനൊരുങ്ങി. ഊണുമുറിയുടെ വിഭവസമൃദ്ധമായ ഭാഗം ഞാൻ മുറിച്ചു കടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഭക്ഷണത്തിൻ്റെ കൂടെ സ്വല്പം മദ്യവും കുടിക്കാമെന്ന ചിന്ത കടന്നു വന്നു. അത്ര തന്നെ, പിന്നെ പറയാനില്ലല്ലോ. ഞാൻ മദ്യവും ഭക്ഷണവും ഒരുമിച്ച് ഓർഡർ ചെയ്തു. വീണ്ടും ഒരെണ്ണം കൂടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന് ശേഷം താൻ കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. ഹോട്ടലിലേക്ക് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്പം വില കൂടിയ മദ്യം കഴിച്ചാലെന്തെന്ന് തോന്നി. അങ്ങനെ ഞാൻ ബാറിലേക്ക് പോയി. അന്ന് രാത്രി പിന്നീട് ഒരുപാട് കഴിച്ചതായും പിറ്റേന്ന് രാവിലെ അതിലേറെ കഴിച്ചതായും എനിക്ക് തോന്നുന്നു. എനിക്കൊരു മങ്ങിയ ഓർമ്മയുണ്ട്. ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വിമാനത്തിൻ്റെ സീറ്റിൽ ഞാനിരുന്നതായും എയറോഡ്രോമിൽ എൻ്റെ ഭാര്യയ്ക്ക് പകരം ഒരു ഡ്രൈവർ കാത്തിരുന്നതായും ഉള്ള ഒരു ഓർമ്മ. ഈ ഡ്രൈവർ ഒരുപാട് ദിവസം എൻ്റെ സന്തത സഹചാരിയായി കൂടെ നടന്നു. ഞാൻ എവിടെയൊക്കെ പോയിരുന്നു, എന്തൊക്കെ പറഞ്ഞുവെന്നോ ചെയ്തുവെന്നോ എനിക്കൊട്ടും അറിഞ്ഞുകൂടാ. അവസാനമാണ് ഞാൻ അസഹനീയമായ മാനസിക വ്യതകളോടെയും ശാരീരിക വേദനയോടും കൂടി ആശുപത്രിയിലെത്തിയത്. ഞാൻ എൻ്റെ ചിന്തിക്കാനുള്ള കഴിവ് വീണ്ടെടുത്തപ്പോൾ വാഷിങ്ടണിൽ വെച്ച് അന്നത്തെ സായാഹ്നത്തിലുണ്ടായ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു. മദ്യത്തിനെതിരത്തെ
ജാഗരൂകത പുലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആദ്യത്തെ കുടിക്കെതിരായി ഞാൻ എൻ്റെ പോരാട്ടവും നടത്തിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്തവണ ഞാൻ കുടിയുടെ അനന്തരഫലങ്ങളെപ്പറ്റി ഒട്ടും തന്നെ ചിന്തിച്ചിരുന്നില്ല. ഏതാണ്ട് സ്വാദിഷ്ട ഭക്ഷണം കഴിക്കും പോലെയാണ് ഞാൻ മദ്യം കഴിക്കാൻ തുടങ്ങിയത്. എൻ്റെ മദ്യപാന രോഗികളായ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നു. എനിക്കൊരു മദ്യാസക്തനായ മനസ്സാണെങ്കിൽ സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ വീണ്ടും ഞാൻ കുടിക്കുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. താൻ എന്തെങ്കിലും തടസ്സവാദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുടിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് മുന്നിൽ നിഷ്പ്രഭമായി പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. അഥവാ അതിനേക്കാൾ കൂടുതലായിട്ടാണ് സംഭവിച്ചത്. കാരണം അമിത മദ്യപാനത്തെക്കുറിച്ച് ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. ഒരു നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കി ഞാനൊരു അമിത മദ്യപാനാസക്തിയുടെ ഉള്ള മനസ്സിൻ്റെ ഉടമയാണെന്ന്. ഇത്തരം വിചിത്രമായ മാനസിക ഘടനയുള്ളപ്പോൾ മനഃശക്തി കൊണ്ടും മറ്റു തരത്തിലുള്ള അറിവ് കൊണ്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു പ്രശ്നം അവരെ ആശയറ്റ നിലയിൽ അടിപ്പെടുത്തി എന്ന് പറയുന്നവരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ മനസ്സിലായി, അതൊരു വല്ലാത്ത അടി തന്നെയായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 2 അംഗങ്ങൾ എന്നെ കാണാൻ വന്നു. അവരാദ്യം പരസ്പരം കണ്ണിറുക്കി. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാനൊരു അമിത മദ്യപാന രോഗിയാണെന്നും ഞാൻ അതിലും അടിപറ്റിയെന്ന് സമ്മതിക്കേണ്ടതുണ്ടോ എന്നവർ എന്നോട് ചോദിച്ചു. ആ 2 കാര്യങ്ങളും എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടതായി വന്നു. അവിടെ എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തി വെച്ചു. ഞാൻ വാഷിങ്ടണിൽ കാണിച്ചതുപോലെയുള്ള മനഃശക്തി അങ്ങേയറ്റം ആശയറ്റ തരത്തിലുള്ള ഒന്നായിരുന്നു എന്ന് തെളിയിക്കുന്നതിലേക്കായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ അനുഭവത്തിലൂടെയുള്ള അമിത മദ്യപാന രോഗിയുടെ ഡസൻ കണക്കിന് ഉദാഹരണത്തിൽ എൻ്റെ മുന്നിൽ നിരത്തിവെച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാമെന്നുള്ള അവസാനത്തെ പ്രത്യാശയും അവരുടെ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ എന്നിൽ നിന്ന് പമ്പ കടന്നു. പിന്നീട് അവർ ഈ പ്രശ്നത്തോടുള്ള ആത്യന്തികമായ സമീപനത്തെക്കുറിച്ചും പ്രവർത്തന പരിപാടികളെക്കുറിച്ചും എനിക്ക് വിവരിച്ചു തന്നു. ആ പരിപാടികളാകട്ടെ അവരിൽ 100 കണക്കിന് ആളുകൾ പിന്തുടരുന്നവരായിരുന്നു. ഒരു സാധാരണ മതവിശ്വാസി മാത്രമായിരുന്ന എനിക്ക് അവരുടെ പരിപാടികൾ ബുദ്ധിപരമായി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവായിരുന്നില്ല. പക്ഷേ പ്രവർത്തന പദ്ധതി മനസ്സിലാകത്തക്ക രീതിയിലുള്ളതായിരുന്നെങ്കിലും വളരെ കടുത്തതായിരുന്നു. ഞാൻ അതുവരെ ആലോചിച്ചിരുന്നിരുന്ന ധാരണകൾ എൻ്റെ മനസ്സിൻ്റെ ജാലകത്തിൽ നിന്ന് പുറത്തേക്കടിച്ചു കളയേണ്ടതായിരുന്നു എന്നതായിരുന്നു അതിനർത്ഥം. അതത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ ആ പദ്ധതി എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ശ്രമിച്ചാൽ രോഗത്തിന് ശമനം ലഭിക്കുന്നതായി എനിക്ക് തോന്നി. പിന്നീട് അത് അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു ആത്മീയ തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നത്. ആ നിമിഷം മുതൽ കൂടുതൽ സംതൃപ്തികരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു. ഞാൻ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനകരമായ ഒരു ജീവിതമായിരുന്നു അതെന്ന് കരുതുന്നു. എൻ്റെ മുൻകാല ജീവിതം ഒരു രീതിയിലും മോശമായിരുന്നില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും മോശമായ ജീവിതം കൊടുത്തുപോലും മുൻകാല ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ നിമിഷങ്ങൾ പകരം വാങ്ങില്ല. എനിക്ക് സാധിക്കുമെങ്കിൽ തന്നെ ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് പോവുകയില്ല. ഫ്രെഡിൻ്റെ കഥ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ഇത് സ്വയം സംസാരിക്കുന്ന ഒന്നാണ്. അയാളെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ബാധകമാണ് ഞങ്ങൾ കരുതുന്നു. ആദ്യം അല്പം മദ്യം മാത്രമേ അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റ് പല അമിത മദ്യപാനികളുടെയും സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ അവരെത്തുന്നതിന് മുമ്പ് വളരെ മോശമായ രീതിയിൽ ഒരുപാട് മദ്യം അവർക്ക് കഴിക്കേണ്ടി വന്നേക്കും. പിന്നെ പറയുന്നത് ഒരു കാര്യം കൂടി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, ആദ്യത്തെ കുടിയുടെ കാര്യത്തിൽ അമിത മദ്യപാന രോഗിക്ക് ചില സമയങ്ങളിൽ ചെറുത്ത് നിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല. വളരെ വിരളമായ ചില അപവാദങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഉപാധികൾ നൽകുവാൻ സാധ്യമല്ല. അയാൾക്കൊരു ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ഇപ്പോൾ കെല്ലി ഓഷ്മൻ്റെയും ജിമ്മിൻ്റെയും ഫ്രെഡിൻ്റെയും 3 കഥകൾ, റിലാപ്സിൻ്റെ കഥകൾ പറഞ്ഞതിന് ശേഷം നമ്മളോട് ചോദ്യങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് ചോദിക്കുകയാണ്. മദ്യം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ട് നമ്മുടെ ചിന്തകളെ മറ്റുള്ള ആളുകൾ, അതായത് സാധാരണ കുടിയന്മാർ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മനസ്സിലാക്കേണ്ട, ഒരിക്കൽ മദ്യാസക്ത രോഗിയായി കൺട്രോൾ നഷ്ടപ്പെട്ട നമുക്ക് തിരിച്ച് ഒരു കൺട്രോളിലേക്ക് നിയന്ത്രിച്ച് കുടിക്കാമെന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടത്. നമ്മൾ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കുടിച്ചതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. വീണ്ടും തിരിച്ചു പോകാൻ സാധിക്കുമോ? ഈ 3 കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാവും നമുക്ക് തിരിച്ച് പോകാൻ സാധിക്കുകയില്ല എന്ന്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ ദ ഫസ്റ്റ് ഡ്രിങ്കിനെ പറ്റി പറയുന്നത് 105 പ്രാവശ്യമാണ്. 15 പ്രാവശ്യം 12 and 12-ലും
പറയുന്നുണ്ട്. നമുക്കറിയാം ഡോക്ടർ ഒപ്പീനിയൻ മുതൽ പല ഭാഗങ്ങളിലും ഫസ്റ്റ് ഡ്രിങ്കിനെക്കുറിച്ചും ഡ്രിങ്ക് എങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ഡോക്ടർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. XX5 കുടലിലെ രക്തസ്രാവത്തിൽ നിന്ന് കുറേ ഭേദം കണ്ടു തുടങ്ങിയ അതിനു മുമ്പ് ഈ അനുഭവത്തിന് ഏകദേശം 1 വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. കുടലിലെ രക്തസ്രാവത്തിൽ നിന്ന് കുറേ ഭേദം കണ്ടു തുടങ്ങിയ അയാൾ രോഗം മൂലം മാനസിക നില തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു. ജീവിതത്തിൽ വിലമതിക്കാവുന്നതെല്ലാം നഷ്ടപ്പെട്ട അയാൾ സാധാരണ പറയാറുള്ളതുപോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു. അയാളുടെ കാര്യത്തിൽ പ്രത്യാശയ്ക്ക് വഴിയില്ലെന്ന് അയാൾ തന്നെ വിശ്വസിക്കുകയും തുടർന്ന് സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ ശരീരത്തിൽ നിന്ന് മദ്യത്തിൻ്റെ അംശം വേർപെടുത്തി കഴിഞ്ഞപ്പോൾ അയാളുടെ തലച്ചോറിന് സ്ഥായിയായ തകരാറൊന്നുമില്ലെന്നും കണ്ടു. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരിപാടി അയാൾ സ്വീകരിച്ചു. 1 വർഷത്തിന് ശേഷം അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു അത്. ഈ മനുഷ്യൻ്റെ പെരുമാറ്റം എനിക്ക് അറിയാമായിരുന്നു. അയാളുടെ ചില പെരുമാറ്റ രീതികൾ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. അത്രമാത്രം ഉടച്ചും വേവലാതിപ്പെട്ടും നാഡീവ്യൂഹങ്ങൾ തകർന്നുമുള്ള ഒരവസ്ഥയിൽ നിന്നും സ്വാശ്രയശീലനും ദയാശീലനുമായ ഒരാൾ ഉയർന്നു വന്നിരിക്കുന്നു. അയാളോട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. പക്ഷെ നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ള ആളാണ് അയാളെന്ന് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്ക് തികച്ചും അപരിചിതനെ പോലെ തോന്നി. അങ്ങനെ അയാൾ യാത്ര പറഞ്ഞുപോയി. മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതെ വളരെ കാലം അയാൾ ജീവിച്ചു. ഡോക്ടർ സിൽക്വർത്ത് വേറൊരാളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. തോന്നുമ്പോഴൊക്കെ എനിക്ക് മാനസികമായ ഉന്മേഷം വരുത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ ന്യൂയോർക്കിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ രോഗി സ്വന്തമായി തന്നെ തൻ്റെ രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കാര്യം പ്രതീക്ഷയറ്റതാണെന്നറിഞ്ഞ ഇയാൾ മരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു വൈക്കോൽ പുരയിൽ ഒളിച്ചിരുന്നു. ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചവർ ഒടുവിൽ അയാളെ കണ്ടുപിടിച്ച് വളരെ വഷളായ സ്ഥിതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശാരീരികമായ ശുശ്രൂഷകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത അയാൾ തുടർന്ന് എന്നോട് സംസാരിച്ചു. ആ സംഭാഷണത്തിനിടയിൽ അയാൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആരും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഭാവിയിൽ കുടിക്കുന്നതിനുള്ള തോന്നലിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ മനഃശക്തി അയാൾക്ക് നൽകാമെന്ന് ഉറപ്പ് കൊടുത്താൽ എനിക്ക്, അതായത് ഡോക്ടർ സിൽക്വർത്തിന് കഴിഞ്ഞെങ്കിൽ ഡോക്ടറിൻ്റെ ചികിത്സ വെറുതെ ആവില്ലായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഇയാളുടെ അമിത മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അക്കാലത്ത് ധാർമ്മിക മനഃശാസ്ത്രം അല്ലെങ്കിൽ മോറൽ സൈക്കോളജി എന്ന് വിളിച്ചിരുന്ന മാർഗമായിരിക്കും അയാൾക്ക് പ്രത്യാശയ്ക്കുള്ള ഏക കാര്യമെന്ന് ഞങ്ങൾ കരുതി. അതുപോലും എന്തെങ്കിലും തരത്തിൽ ഫലപ്രദമായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുള്ളവരായിരുന്നു. എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ അയാളെ സ്വാധീനിച്ചു. നിരവധി വർഷങ്ങളോളം അയാൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അയാളെ കാണാറുണ്ട്. ആരും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യക്കോലത്തിനാണ് അയാൾ. നമ്മൾ ഡ്രിങ്കിങ്ങിനെ കണ്ടു. അത് അടുത്തത് തിങ്കിങ്ങാണ്. ചിന്തകളെക്കുറിച്ച് പറയുന്നത് 44 തവണയാണ്. 29 പ്രാവശ്യം ബിഗ് ബുക്കിലും 15 തവണ 12 അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചിന്തകളാണ് നമ്മളെ കുടിയിലേക്ക് നയിക്കുന്നത്. നമ്മൾ ആ ചിന്തകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫ്രെഡിൻ്റെ ചിന്തകൾ കണ്ടു, ജിമ്മിൻ്റെ ചിന്തകൾ കണ്ടു, ദ മെൻ ഇൻ റിട്ടയർമെൻറ്റ് ചെയ്ത മനുഷ്യൻ്റെ, അതായത് 25-ാമത്തെ വയസ്സിൽ കുടിയിരുത്തി 55-ാമത്തെ വയസ്സിൽ വീണ്ടും കുടിക്കാൻ തുടങ്ങിയ ആളുടെ ചിന്തകളുണ്ട്. അങ്ങനെ 3 ചിന്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിന്തകളാണ് നമ്മൾ കുടിയേക്കാൾ നമുക്ക് പ്രശ്നം. അപ്പോൾ അതിനെ മാറ്റുവാനാണ് നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടത്. ഈ ചാപ്റ്റർ 3 ആ 13 പേജിൽ 12 തവണയാണ് ഈ പറയുന്ന തിങ്കിങ്ങിനെ കുറിച്ച് എഴുതിയേക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് തിങ്കിങ് ഈസ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ തിങ്കിങ് ആണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം.